പൈസ കൊടുക്കൂലെന്ന് പറഞ്ഞോ? പൈസ കൊടുക്കൂലെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. അങ്കമാലിയിലെ പ്രധാനമന്ത്രി എന്റെ അമ്മാവനാണ്. അമ്മാവൻ പൈസ കൊടുക്കുന്ന മാത്രമേ ഞാൻ ഇയാളോട് പറഞ്ഞുള്ളൂ. അത്രേ ഉള്ളോ? അങ്കമാലിയിലെ അമ്മാവൻ ആരാന്നാ പറഞ്ഞേ? പ്രധാനമന്ത്രി. അപ്പൊ ഒരുത്തൻ വന്ന് എന്നോട് പറയാ എന്റെ അമ്മാവന്റെ വകയല്ല ഈ ഹോട്ടലെന്ന്. അപ്പൊ ഞാൻ അവനോട് തിരിച്ചു ചോദിച്ചു, നിന്റെ അമ്മാവന്റെ വകയാണോ ഈ ഹോട്ടലെന്ന്? അപ്പൊ അവൻ എന്നെ ഡീന്ന് വിളിച്ചു. അപ്പൊ ഞാൻ അവനെ പൊടിന്ന് വിളിച്ചു. അപ്പൊ അവൻ എന്റെ അമ്മനെ വിളിച്ചു. അപ്പൊ ഞാൻ അവന്റെ അപ്പൂപ്പനെ അമ്മൂമ്മനെ ഒക്കെ വിളിച്ചു. അപ്പൊ വേറൊരുത്തൻ വന്നിട്ട് എന്റെ അടുത്ത് പറയാ അവന്റെയാണ് ഈ ഹോട്ടലെന്ന്. അപ്പൊ ഞാൻ അവിടെ ഇരുന്ന ഒരു പൂച്ചട്ടിയില്ലേ, അതിട്ട് അവന്റെ തലയ്ക്ക് ഒരു ഒറ്റ അടി വെച്ച് കൊടുത്തു. പിന്നെ വേറൊരുത്തൻ വന്ന് എന്റെ കൊടയിൽ പിടിച്ച് വലിച്ചു. അപ്പൊ ഞാൻ അവന്റെ വയറ്റിലേക്ക് ഒരു കൊടയെടുത്ത് ഒരു ഒറ്റ കുത്തു കുത്തി. അത്രേ ഞാൻ ചെയ്തുള്ളൂ. നല്ലല്ലേ? സൂപ്പർ. പക്ഷെ ഈ ഏട്ടന് മാത്രം ഒരു വിലയില്ല എന്നെ. നീ ഇപ്പൊ എന്താ കാണിച്ചോണ്ടിരുന്നത്? ഇപ്പൊ എന്തായിട്ടാ തോന്നിയത്? സിനിമ കണ്ടിട്ട് നിനക്ക് പ്രാന്തായി എന്ന് തോന്നി. സിനിമ കണ്ടിട്ട് പ്രാന്തായതല്ല, എന്താണ് ടിവിയിൽ ഞാൻ കണ്ടിട്ട് അതുപോലെ ഒന്ന് അഭിനയിച്ച് നോക്കിയതാ. അഭിനയിക്കാൻ നിനക്ക് പറ്റില്ല എന്ന് ഞാൻ എന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടല്ലോ, ഇല്ലേ? എപ്പോഴും എന്നെ അവളപ്പോ അഭിനയിക്കണം നീ കണ്ടില്ലേ കനക? ഇപ്പൊ അവൾ അഭിനയിച്ചതാണ് അഭിനയം. എന്തേ? അത് പൊട്ടയാണ്. പിന്നെ അത് കോപ്രായം കാണിച്ചതാ. ആ സിനിമയിൽ അങ്ങനെ തന്നെയാ. എടി, ആ സിനിമയിൽ രേവതി അഭിനയിച്ച കഥാപാത്രല്ലേ അത്? രേവതി? അവരൊക്കെ വലിയ വലിയ അഭിനേതാക്കളാണ്. അവരുടെ കഴിവൊന്നും വിളിക്കില്ല. രേവതി അതിനകത്ത് എന്ത് അഭിനയിച്ചെന്നാ നീ പറയണേ? രേവതി ഇനി മാത്രം ഭയങ്കര മലമറിക്കുന്ന അഭിനയം അതിനകത്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല പെണ്ണ് ചെയ്തതൊന്നും. പിന്നെ അതിനെന്ത് ഭംഗിയായിട്ട് അവളിപ്പോ അഭിനയിച്ചു. അവള് രേവതിനെ മാത്രമാണ്, മോഹൻലാലിനെ അഭിനയിച്ചില്ല. എന്ത് ചിരിക്കണേ? എടി, നിന്നെ കളിയാക്കണോ ഞാൻ? സത്യമായിട്ടല്ല. അല്ല, ഞാൻ അഭിനയിച്ചില്ല, രണ്ടുപേരും അഭിനയിച്ചു. നിനക്ക് പറ്റുമോ അതിനകത്ത് ഒരു വാക്ക് അഭിനയിക്കാൻ? നിനക്ക് പറ്റുമോ? ഒരെണ്ണം കാണിച്ചാൽ മതിടാ. നീ എന്തിനാടി വെറുതെ അവളെ കളിയാക്കാതെ? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എന്ത് ചെയ്താലും അപ്പൊ കൊള്ളൂല. അത് അസൂയ കൊണ്ട് പറയണതല്ലേ മോളെ. എടി, നിനക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നീ ചെയ്താ മതി. അതല്ലേ അവള് ചെയ്തത്. അഭിനയിക്കാന്ന് പറയണത് എല്ലാവർക്കും പറ്റുന്ന പണിയല്ല. അല്ല, അതെനിക്ക് പറ്റും. എനിക്ക് നല്ലൊരു നടിയാവണം, സിനിമയിലും അഭിനയിക്കും. ഇവക്ക് അഭിനയിക്കാനെന്ന് പറഞ്ഞൂടാ. അഭിനയം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അഭിനയം ഉള്ളെന്ന് വരണം. ഇവൾക്ക് ഉള്ളെന്ന് പറയണ ഗ്യാസാ. ഇന്നാളെ അവളുടെ കോളേജിൽ അഭിനയിക്കാൻ വിളിച്ചില്ല, പൂർവ്വ വിദ്യാർത്ഥികൾ എല്ലാരും കൂടി നാടകം. നീ ഒറ്റ ഒരാള് കാരണം അവള് വിടാതിരുന്നത്. എനിക്കറിയാന്ന് അവൾക്ക് അഭിനയിക്കാൻ അറിഞ്ഞൂടാന്നുള്ളതുകൊണ്ട് തന്നെ വിടാതിരുന്നത്. ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് എന്റെ കഴിവില്ലാതാക്കും. നിനക്ക് കഴിവുണ്ട്. നിനക്ക് കഴിവില്ലാതെ ആരെങ്കിലും പറഞ്ഞോ? നീ നന്നായിട്ട് കാപ്പി വെക്കും, നന്നായിട്ട് പിന്നെ ചമ്മന്തി അരയ്ക്കും, നന്നായിട്ട് കഞ്ഞി വെക്കും. എടാ, സ്വന്തം ഭാര്യനെ ഇങ്ങനെ അധിക്ഷേപിക്കരുത്. ഇങ്ങനെ നിന്റെ പുണ്യം കൊണ്ട് ഇങ്ങനെ ഒരു പെണ്ണ് നിനക്ക് കിട്ടിയതെന്ന് വിചാരിച്ചോ? എനിക്ക് പറ്റൂല ഇങ്ങനെയൊന്നും അഭിനയിക്കാൻ. എന്ത് നീ അവളെ പറയുന്ന കാര്യമില്ല. അഭിനയം എന്നുള്ളൊരു പരിപാടി അവൾക്ക് തീരെ കൊള്ളൂല. അതിന് വേണമെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ മോഹിച്ച് വെള്ളം. എന്നാ കനക, നീ ഒരു കാര്യം വിചാരിച്ചോ, നാളെ മുതലേ അങ്ങനെയാണെങ്കിൽ അവൾ അഭിനയിക്കും. അപ്പോഴോ? അവൾ എവിടെ അഭിനയിക്കും? അവൾ ഇവിടെ അഭിനയിക്കും. ഇവിടെ അഭിനയിച്ചോ? വാതിലും ജനലൊക്കെ അടച്ചു കൂട്ടിയിട്ട് ഇവിടെ അഭിനയിച്ചു, കുഴപ്പമില്ല. അതല്ല, ഞാൻ പുറത്തും പോയി. പുറത്തും പോകും. നീ പുറത്ത് എവിടെ പോയിട്ട് അഭിനയിക്കും? ആരുടെ നിന്നെ അഭിനയിക്കാൻ വിളിക്കണത്? അഭിനയിക്കാനൊക്കെ ആൾക്കാരൊക്കെ വിളിക്കും. അവളുടെ ഇഷ്ടം പോലെ അഭിനയിക്കും. നിനക്ക് എന്താ കുഴപ്പം? അഭിനയിക്കാൻ വേണ്ടിട്ട് അവള് മെനക്കെട്ടിട്ട് അവള് പോകണമെങ്കിൽ ആ വഴിക്ക് അവളങ്ങ് പോക്കോളാം. പിന്നെ അങ്ങോട്ട് വരാൻ പാടില്ല. അതെന്താ കാര്യം? എന്താ അത് പാടില്ല തന്നെ. നിനക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് അത് നിന്റെ വാശിയല്ലേ? എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്റെ കാര്യങ്ങൾ, എനിക്ക് പറ്റാത്ത കാര്യങ്ങൾ വേണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേണ്ട. അത് അവളല്ലേ, നീ അല്ലല്ലോ. നീ അഭിനയിക്കേണ്ട, അവൾ അഭിനയിക്കണേ. നിനക്ക് എന്താ? അവൾ എന്റെ ഭാര്യയാണെന്ന് അവള് വൃത്തിയോട് കാണിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. അതന്നെ കാണാലോ. അവള് അഭിനയിക്കട്ടെ, അഭിനയിക്കുന്നേ. അത് അവന്റെ അസൂയ കൊണ്ട് പറഞ്ഞ മോൻ അഭിനയിച്ചോടാ. സമ്മതിക്കൂല. ദുഷ്ടൻ. രേവതി, ഒരു ഗ്ലാസ് കാപ്പി പാടി. കളിയാക്കുന്ന രേവതി. നല്ലൊരു കൊച്ചിനെ ഇവിടെ നശിപ്പിക്കുക, വൃത്തികെട്ടവൻ. പിന്നെ സംഭവിക്കാതിരിക്കും. അയ്യോ, ഓരോ പെണ്ണുങ്ങൾ കാണിച്ചു കൂട്ടണ്ട, എങ്ങനെ ചിരിക്കാതിരിക്കും? പാട്ട് പാടി ഗിന്നസ് റെക്കോർഡ് ഇടാൻ വേണ്ടി ഒരു ചേച്ചി ശ്രമിച്ചു, ശ്വാസം കിട്ടാതെ തട്ടിപ്പോയി. അതിലെന്താ ചിരിക്കാനുള്ളത്? നിങ്ങളിപ്പോ ശ്വാസം മുട്ടിച്ചാവുമല്ലോ. ഇതെങ്ങനെ ചിരിക്കാതിരിക്കും നീ പറയും?
സ്ത്രീകൾക്ക് വേറെ എന്തെല്ലാം പണി ചെയ്യാം. അതിലൊക്കെ റെക്കോർഡ് ഇട്ടിട്ട് അടുക്കളയിൽ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് അതിൽ റെക്കോർഡ് ഇടാം. അല്ലെങ്കിൽ വേറെ ഏതെല്ലാം രീതി. ഇനി പാട്ട് പാടി ഗിന്നസ് റെക്കോർഡ് ഇടാമെന്ന് പറഞ്ഞാൽ പിന്നെ എങ്ങനെ? നല്ല വേഷം കെട്ട്. പെണ്ണുങ്ങൾ അടുക്കളയിൽ ഇരിക്കാനുള്ളതാന്ന് നിങ്ങളോട് ആരാ പറഞ്ഞേ? പെണ്ണുങ്ങൾക്ക് പെണ്ണുങ്ങളുടേതായ ഒരുപാട് കഴിവുകളുണ്ട്, അത് അങ്ങോട്ട് പ്രോത്സാഹിപ്പിക്കണം. അതിനെന്താ കുഴപ്പം? അല്ല, അങ്ങനെ കെട്ടിയാൽ പ്രോത്സാഹിപ്പിച്ചതാണ് ഇപ്പൊ ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത്. അത് അവരുടെ വീട്ടിലല്ല, അവരങ്ങ് സഹിച്ചു. പക്ഷെ ഏത് പാട്ടാണെന്ന് അറിയില്ല. നമുക്ക് ഇവിടേക്ക് ഒന്ന് പാടി നോക്കായിരുന്നു. ഇതിപ്പോ ഒരാണാണെങ്കിൽ നിങ്ങൾ ഈ മാതിരി ചിരിക്കൂലല്ലോ. ഇതൊരു പെണ്ണായി പോയതുകൊണ്ടല്ലേ ഇങ്ങനെ ഇരുന്ന് കൊക്കക്കൊക്കവാന്ന് പറഞ്ഞ് ചിരിക്കണത്. ഒരു പെണ്ണുങ്ങളെ അംഗീകരിക്കരുത്. എന്തോരം പെണ്ണുങ്ങൾ ഡാൻസ് കളിക്കുന്നു, പാട്ട് പാടണു. കുറ്റം കണ്ടുപിടിക്കാനല്ലാതെ നിങ്ങൾ ടി വി തുറന്നു വെക്കോ? കുറ്റവും കുറവും കണ്ടാൽ അത് പറയണം, അത് അംഗീകരിക്കാനും പഠിക്കണം. അതിനകത്ത് നല്ല എന്താ പറയാത്തത്? അപ്പൊ കുറ്റം കാണാൻ വേണ്ടി തന്നെ ഇരിക്കണോണ്ടല്ലേ? അല്ലേ, നീ എന്തിനാണ് ഇപ്പൊ ഇങ്ങനെ ബഹളം വെക്കണം? എടീതാങ്ക ഉസ്ബെക്കിസ്ഥാനിലോ എവിടെയുള്ള ഒരു സ്ത്രീയാണ്, അല്ലാതെ നിന്റെ കുഞ്ഞമ്മയും ബന്ധുവൊന്നും അല്ലല്ലോ ഇങ്ങനെ ബഹളം. എന്ത് പാകിസ്ഥാനിലാണെങ്കിൽ അതൊരു പെണ്ണല്ലേ? അതെന്താ നിങ്ങക്ക് അംഗീകരിച്ചാല്? അപ്പൊ പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞാൽ അടുക്കള തന്നെ കെട്ടിക്കിടക്കണം അല്ലേ? നടക്കൂല. ഓ, നിനക്കെന്ത് ഭ്രാന്തായ? ഇനി ഭ്രാന്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം തീർന്നല്ലോ. അതോടുകൂടി ഞങ്ങൾ മിണ്ടാതാവുമല്ലോ. ഇത് തന്നെ അവനും പറഞ്ഞത് അവളോട്, ഭ്രാന്താന്ന്. അവളെ വില ഇരുത്താൻ വേണ്ടിട്ട് അവൻ ആരാ? അവൻ എന്ത് കഴിവുണ്ട്? അവനെന്താ വല്ല ഭരതന വല്ലോ ആണോ? കനകൻ. ഓ, കനകൻ. അവന് കഥകളി മോട്ടം തുള്ളിലൊക്കെ പഠിച്ച് അവളോട് പറയാണ് അവൾ അഭിനയിക്കാൻ കൊള്ളൂല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ. നാണാവൂല അവൻ അങ്ങനെ പറയാനായിട്ട്? അവന്റെ വീട്ടിൽ അവന്റെ സ്വന്തം ഭാര്യ അത്രയും കഴിവുള്ള ഒരു പെണ്ണാകുമ്പോഴത്തേനും അവൻ അത് അംഗീകരിക്കണ്ടേ? വേണ്ടേ? വേണം, അത് വേണം. അല്ല, ഇപ്പം അവളെന്തോ അഭിനയിച്ചു, എന്തോ കാണിച്ചു എന്ന് പറഞ്ഞ എടേ, അവളെന്തോ ചെയ്തെന്ന് പറയാം. പത്രം അവിടെ ഇരിക്കും. നീ ഇതെന്തോ ഞാൻ ചോദിച്ച പറയേ. എന്നിട്ട് എന്തോ ജമന്തി എന്തോ പറഞ്ഞെന്ന് പറയും. പത്രം ചെയ്തിട്ട് പോവാൻ കർത്താവ്, ഈ പെണ്ണുങ്ങൾക്കെല്ലാം ഒരുമിച്ച് ഭ്രാന്തായ. ഓ, തങ്കം തങ്കം. ജമന്തി, എടി ജമന്തി, നീ വന്നേ. എന്താ ഇത്? നോക്കിയേ, നോക്ക് നോക്ക്, ഇത് വായിച്ചു നോക്ക്. കണ്ടാ? പോയാലോ? എനിക്കാണോ മന്ദപ്പ നിനക്ക്? എനിക്ക് പോണം, വിടുവോ? പക്ഷെ അതൊന്നും നോക്കണ്ട. നിനക്ക് ഇത് പോവാൻ ഇഷ്ടാണോ? നീ ചെയ്യുമല്ലോ. ചെയ്യും, എന്നാ ഞാൻ കൊണ്ടുപോവാം. പക്ഷെ ഏട്ടൻ വിടുവോ? ഏട്ടന്റെ കാര്യം നീ വിട്. ആദ്യം നീ ആദ്യം ഇത് എവിടെയാന്നൊക്കെ ഒന്ന് നോക്കിക്കേ. എന്താണ് ഇത്ര അത്യാവശ്യമായിട്ട് പത്രം എടുത്തോണ്ട് ഓളെ? എന്താ വിശേഷം? ഇതൊന്ന് വായിച്ചു നോക്കിയേ. എന്റെ പൊന്നെ മോളെ, ഞാനൊരു വാർത്ത വായിച്ചതിന്റെ ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല. ഇപ്പൊ ഇതൊന്ന് വായിക്കാം. ചെവിയിൽ ഇനി പഞ്ഞി വെക്കണം ഇനി വാർത്ത വായിക്കണമെങ്കിൽ. വായിച്ചു നോക്കില്ല. വായിക്കൊന്ന്. എന്തോ ഇപ്പൊ ഇത്ര വലിയ വിശേഷം? അങ്ങോട്ട് വായിക്കണ്ടോ? വായിക്കണമെന്ന് പറഞ്ഞാൽ ഇവിടെ പത്രവും പിടിച്ചു വാങ്ങിച്ചോളൂ ഓടിക്കണം. എന്റെ വീട്ടല്ലേ ഒരു വാർത്ത വായിച്ച് കേൾപ്പിച്ചു കൊടുത്തന്നെ. എന്ത് വാർത്ത? അതൊരു ശ്വാസം മുട്ടലുണ്ട്. അവിടെ ഒരു അമ്മായിക്ക് ശ്വാസം മുട്ടു, അതിന്റെ വാർത്ത പത്രത്തിൽ വന്നു. അത് ഞാൻ വായിച്ചു കൊടുത്തപ്പോ അവർക്ക് വിശ്വാസമാണ്. ഇതൊന്ന് വായിക്കപ്പേ. ഇതിലെന്താണ്? ഏത്? അത് മേളില്. ഇതോ? കാസ്റ്റിംഗ് കോൾ. പുതുമുഖങ്ങളെ ആവശ്യമുണ്ട്. മുഴുവൻ വായിക്കി. ഉടൻ ചിത്രീകരണം ആരംഭിക്കുന്ന ചിത്രത്തിലേക്ക് 20-നും 40-നും ഇടയിൽ പ്രായമുള്ള സ്ത്രീകളെ ആവശ്യമുണ്ട്. താല്പര്യമുള്ളവർ 10/11/2017 പാരഡൈസ് ഹോട്ടലിൽ നേരിട്ട് എത്തിച്ചേരേണ്ടതാണ്. ഇത് ആർക്ക്? ജമന്തിക്ക്. താല്പര്യമുണ്ടോ? അവൾ സമ്മതിക്കണ്ടേ നിന്റെ കെട്ടിയോൻ? അവന്റെ സമ്മതം ഒന്നും നോക്കൊന്നും വേണ്ട, ഞാൻ സമ്മതിച്ചിട്ടുണ്ട്. എനിക്ക് അത്ര അവള് അഭിനയിക്കണം. കുഴപ്പമൊന്നുമില്ല, നല്ലതാണ്. നിനക്ക് അത്യാവശ്യം ഡാൻസും പാട്ടും ഒക്കെ അറിയാവുന്നതല്ലേ? അല്ല, പാട്ടല്ല, അഭിനയിക്കും. ഞാൻ കണ്ടതല്ലേ അഭിനയിച്ചത്. നന്നായിട്ട് അഭിനയിക്കും, എനിക്കറിയാം. ഞാൻ കണ്ടോണ്ടിരിക്കല്ലേ. കനകന്റെ മുമ്പിൽ എന്താ അഭിനയാന്ന് അറിയാമോ? എനിക്ക് പോണം. നമുക്ക് ഞാനല്ലേ കൊണ്ടുപോണത്, പിന്നെ പോണെന്ന് പറഞ്ഞെന്താ? പക്ഷെ വേറൊരു കാര്യമുണ്ട് കേട്ടോ. ഈ ഇതിലൊക്കെ അഭിനയിച്ച് പ്രശസ്തിയിലേക്ക് എത്തിക്കഴിഞ്ഞാണ്ടല്ലോ, പിന്നെ പണമായി, പിന്നെ പ്രശസ്തിയായി, പിന്നെ വീടിൽ ആൾക്കാരായി, ഒരു ബഹളമായി. വേറെ കാര്യം കേട്ടോ, ഇവള് സ്റ്റാറായി കഴിഞ്ഞാൽ ഞാൻ എൻ്റെ പാർട്ടിയുടെ എല്ലാ ഫംഗ്ഷനും കൊണ്ടുപോകൂലേ? ചുമ്മാ വേണ്ട, അതിന് പൈസയൊക്കെ ഉണ്ട്. അയ്യോ ക്ലീറ്റ ചേട്ടാ, എനിക്ക് പൈസക്കോ അല്ലെങ്കിൽ പ്രശസ്തിക്കോ വേണ്ടിട്ടൊന്നും അല്ല. അഭിനയം എന്ന് പറഞ്ഞ ഒരു കലയല്ലേ, അതുണ്ട്. അതിനോടുള്ള ഒരു ഇഷ്ടം. എങ്കിലും പൈസ വരുമ്പോ ഇതെല്ലാം അങ്ങ് വിടും. അതെല്ലാരും പറയണം. ഇല്ലെന്നേ, എനിക്ക് പൈസ വേണ്ട. പൈസ മുഴുവൻ നാത്തൂന് എടുത്തോട്ടെ. അല്ല, നീ കൂടെ ഒന്ന് നോക്കടി. എന്തിനാ? ഒന്ന് ശ്രമിച്ചോ? ഒന്നുമില്ലെങ്കിൽ മുല്ലപ്പൂമ്പടി ഏറ്റ് കിടക്കണല്ലേ നീ? നിനക്കും കുറച്ച് കലയൊക്കെ ഉണ്ടാവും. എനിക്കറിയാം, ഒരാളെ മര്യാദക്ക് നോക്കാനും കൂടെ അറിയാൻ പാടില്ല.
അപ്പൊ ദേ, വേറൊരു കാര്യമുണ്ട്. അല്ല നിങ്ങളിങ്ങനെ ബഹളം വെച്ചിട്ട് കാര്യമില്ലല്ലോ. ഇനിയിപ്പോ കനകൻ സമ്മതിക്കണ്ടേ? അതന്നെ പറഞ്ഞ കനകന്റെ സമ്മതമൊന്നും വേണ്ട, ഞാൻ കൊണ്ടുപോകും. നീ അങ്ങനെ അങ്ങ് തീരുമാനിച്ചു, അങ്ങനെ അവളെ കെട്ടിയല്ലേ അവൻ. അവൻ പക്ഷെ എന്താ അത് അംഗീകരിക്കാത്തത്? അപ്പൊ അവന്റെ സമ്മതത്തിന്റെ ആവശ്യമൊന്നുമില്ല, പിന്നെ എല്ലാരും കൂടി പറഞ്ഞ അവൻ കേട്ടോളൂ. മാത്രമല്ല അമ്മയോ അമ്മ ഞാൻ എന്റെ പൊന്നു ക്ലീറ്റോ വാതുറക്കാതിരുന്നാ മതി, ഞാൻ സമ്മതിപ്പിച്ചോളാം. ക്ലീറ്റോ ചേട്ടൻ അന്നൊരു വണ്ടി വിളിച്ചു തന്നാ മതി പോവാൻ. അല്ല അതൊക്കെ ആയിട്ട് ഞാൻ എനിക്ക് വരാൻ പറ്റില്ല കേട്ടോ. എനിക്ക് അന്നാണ് പാർട്ടിയുടെ മീറ്റിംഗ്. ആരും വരണ്ട, ഞാൻ കൊണ്ടുപോയിക്കോളാം. ഓ ആയിക്കോട്ടെ. അല്ല ഞാൻ വേണമെങ്കിൽ അവിടെ ആരെങ്കിലും വിളിച്ച് പറയണമെങ്കിൽ വേണം. ആ പത്രം എടുത്തേ, അത് കളയരുത്. അല്ല ഞാൻ അവിടെ ആരെങ്കിലും വിളിച്ച് പറയണോ? റെക്കമെൻഡേഷൻ ഈ പാരഡൈസ് ഹോട്ടൽ എവിടെയാന്നുള്ളത് അറിയാമോ? ഓ പാരഡൈസ് ഹോട്ടലൊക്കെ അറിയാം. അത് ഞാൻ അൻസാറിന്റെ വണ്ടി ഏർപ്പാട് ചെയ്ത് അവനറിയാം, അതുകൊണ്ട് എത്തിച്ചേരും. അപ്പൊ 10 മണിക്ക് റെഡി ആയിട്ടിരിക്കണം കേട്ടോ. 10 മണിക്ക് അവിടെ ചെല്ലണം. അതല്ല പുതിയ ഡ്രസ്സൊക്കെ എടുക്കണ്ടേ? ഇതും പറഞ്ഞോണ്ട് അങ്ങോട്ട് ചെന്നാൽ മതി കെട്ടിയവൻ്റെ അടുത്ത്. പുതിയ ഡ്രസ്സൊന്നും വേണ്ട, ഇപ്പൊ ഉള്ള ഡ്രസ് ഇട്ട് പോകാം. അവനോട് സമ്മതം കിട്ടുന്നത് തന്നെ വലിയ അത് ചെയ്യാം അതിനുള്ള വഴി ഉണ്ടാകും. നോക്കാം. നാട്ടിലും കൂടി വാ. അതൊക്കെ ഞാൻ ശരിയാക്കി തരാം. സിനിമ ഒരു സുഖമല്ലേ അത് കേൾക്കാൻ? നല്ലോണമൊക്കെ അഭിനയിക്കണം കേട്ടോ. നമുക്ക് ഇന്നോട്ട് പഠിക്കണം. സിനിമ നടിയുടെ പിയെ അതിന് വലിയ സുഖമൊന്നുമില്ല കേട്ടോ. ഉണ്ട്. Alien versus Alien.